introducing our new beast, XCV 9S. നമ്മുടെ XCV 9Sന്റെ മെയിൻ ഒരു അട്രാക്റ്റീവ് പോർഷൻ തന്നെയാണ് അതിൻ്റെ ഫ്രണ്ട് വശം പറഞ്ഞത്. അതായത് ഫ്രണ്ട് ഫുള്ളി ക്ലോസ്ഡ് ഗ്രില്ലും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ DRLലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഫുള്ളി ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു DRLും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിലൊരു മാരക ലുക്കിൽ തന്നെയാണ് മഹീന്ദ്ര ഈ വണ്ടി ഡിസൈൻ ചെയ്തിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മഹീന്ദ്ര XCV 9Sന്റെ സ്റ്റീരിംഗ് വീൽസും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ അറിയാം. ഒരു മൾട്ടി ഫംഗ്ഷൻ കൺട്രോൾസോടുകൂടി ഒരു സ്റ്റീരിംഗ് വീൽസാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 2 സ്പോക്ക് സ്റ്റീരിംഗ് വീൽസ് തന്നെ ഒരു കൊടുത്തിട്ടുണ്ട്. മാരക ലുക്കിലാണ് അത് ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ XCV 9Sന്റെ മെയിൻ ഒരു പോർഷൻ തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതായത് കോസ്റ്റ് ടു കോസ്റ്റ് ട്രിപ്പിൾ HD സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ XCV 9Sന് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ XCV 9Sന്റെ ഹെഡ് ലാമ്പിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മഹീന്ദ്ര ഒട്ടും കോംപ്രമൈസ് ചെയ്യാണ്ട് തന്നെ ബൈ പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ്സും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു മെയിനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ കാണാം. ഐസ് ക്യൂബ് ഇൻസ്പയർഡ് ഫോഗ് ലാമ്പും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈനിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഓട്ടോ ഹൈ ബീമും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ XCV 9Sന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഈസ് ദ ബെസ്റ്റ്. അതായത് EV ആണെന്നുള്ളൊരു തോന്നൽ പോലും നമുക്ക് വരില്ല. സാധനം വെറുതെ ജെറ്റാ പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ പറയില്ല. XCV 9Sന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ ട്രാവൽ കംഫർട്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, അതിലുപയോഗിച്ചിരിക്കുന്നത് സസ്പെൻഷനും കാര്യങ്ങളാണ്. ഐലിംഗ് ഫ്രണ്ട് സസ്പെൻഷനും അതുപോലെ തന്നെ ഫൈലിംഗ് ഇൻഡിപെൻഡൻറ്റ് റിയർ സസ്പെൻഷനുമാണ് വണ്ടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഏത് ടെറൈനിലേക്കുള്ള വണ്ടി ഓടിച്ച് കഴിഞ്ഞാലും നമുക്ക് നല്ല സ്മൂത്തായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ XCV 9Sൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ അലോയ്ഡ് സൈസും കാര്യങ്ങളും വരുന്നത് 18 ഇഞ്ചാണ്. മാത്രമല്ല അതിൻ്റെ ടയർ എന്ന് പറയുന്നത് ഫോം ഫിൽഡ് ടയറാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ വരുന്ന നോയ്സും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് EV സ്പെഷ്യലായിട്ടാണ് ആ ഒരു ടയറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 9Sന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഉള്ളത് മെയിൻ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് അതിൻ്റെ സൺറൂഫും കാര്യങ്ങളും തന്നെയാണ്. അത് നല്ലൊരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു പനോരമിക് സൺറൂഫും കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല നമ്മുടെ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ മോർ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവർ 4 വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 9Sന്റെ മറ്റൊരു പ്രത്യേകതയാണ് ബോസ് മോഡ്. അതായത് ഈസി ആയിട്ട് നമുക്ക് ബാക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ കോ പാസഞ്ചർ സീറ്റ് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ADAS ലെവൽ 2 അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസും നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മഹീന്ദ്ര 9Sൽ കൊണ്ടുവന്നിരിക്കുന്ന ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹർമൻ ഖാൻ്റെ 16 സ്പീക്കേഴ്സും കാര്യങ്ങളാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയൊരു മിനി പാർട്ടി തന്നെ നടത്താനുള്ള ഒരു പരിപാടിയിലാണ് അവർ വണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. വെറുതെ സീൻസ് ആണ്. മൈക്കിൽ എന്തോരം കിട്ടണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഡയറക്റ്റ് നമ്മളിവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഫീലും കാര്യങ്ങളും നമ്മൾ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ പകുതിയെ ഓളി നമ്മൾ വെച്ചിട്ടുള്ളൂ. ഫുള്ള് വെച്ചാൽ ഇതിനകത്ത് ഇരിക്കാൻ പോലും പറ്റില്ല. മഹീന്ദ്ര എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് അവർക്ക് പോലും അറിയാൻ പാടില്ല. മഹീന്ദ്ര XCV 9Sന്റെ ഫ്രണ്ട് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 150 ലിറ്റേഴ്സ് ആണ്. മാത്രമല്ല നമ്മുടെ റിയർ ബൂട്ട് സ്പേസിലേക്ക് പോകുമ്പോൾ നമ്മൾ തേർഡ് റോ സീറ്റ് കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഏകദേശം 527 ലിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റി നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. 65 വാട്ട്സിൻ്റെ ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. മഹീന്ദ്ര XCV 9Sന്റെ മെയിൻ ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓട്ടോ പാർക്കിങ് കാര്യങ്ങളാണ്.